ഹലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ നല്ലൊരു അടിപൊളിയായിട്ടുള്ള ഞണ്ട് കറി വറുത്തരച്ച് വെച്ചാലോ. അപ്പോൾ അതിനായിട്ടുള്ള സാധനങ്ങളൊക്കെ ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആദ്യമായിട്ട് ഞാനൊരു ചട്ടി എടുത്തിട്ട് അതിലേക്ക് നമ്മൾ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഞണ്ട് എല്ലാം ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ അതിന് ശേഷം ഞാനിതാ പൊടികൾ, മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾ പൊടി, പിന്നെ സവാള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 2 സവാള എടുത്തിട്ടുണ്ട്. പിന്നെ പച്ചമുളക്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാൻ അരച്ച് വെച്ചിരുന്നു അതും, പിന്നെ കുറച്ച് കറിവേപ്പില, പിന്നെന്താ തക്കാളി, ഒരു മീഡിയം സൈസിൽ 2 തക്കാളി എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ കൈ കൊണ്ട് നന്നായിട്ട് തിരുമ്മിയെടുക്കുകയാണ് ചെയ്യുന്നത്. നല്ലതുപോലെ കൈ വെച്ചിട്ട്, അത് കൈ ഞണ്ടായതുകൊണ്ട് നമ്മുടെ കൈയൊക്കെ കുത്താൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് കൂടി അതിലിട്ട് കൊടുത്തിട്ട് നമുക്കതിന് നേരെ അടുപ്പത്തേക്ക് വെക്കാം. വെള്ളമൊന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല ഞാൻ, ഞണ്ടല്ലേ അപ്പോൾ അതിൽ നിന്ന് വെള്ളം ഇറങ്ങിക്കോളും. അപ്പോൾ അതിന് ശേഷം ഞാനിതാ ഒരു ചീനച്ചട്ടി വെച്ചിട്ട് കുറച്ച് തേങ്ങ വറക്കാൻ വേണ്ടിയിട്ട് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് തേങ്ങയിട്ട് പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് നന്നായി ഒന്ന് മൂത്ത് വരുന്നവരെ ഇളക്കുക. പിന്നെ അതിന് ശേഷം ഞാൻ കുറച്ച് മല്ലിപ്പൊടി, പിന്നെ മീറ്റ് മസാലയാണ് ഇത്, മീറ്റ് മസാല ചേർക്കുന്നുണ്ട്. ചിക്കൻ മസാല ഞാൻ ചേർക്കുന്നില്ല. അപ്പോൾ ഇത് നന്നായി ബ്രൗൺ കളറാകുന്നത് വരെ ഇളക്കി പിന്നെ അതൊന്ന് ആറാൻ വേണ്ടി മാറ്റി വയ്ക്കുന്നുണ്ട്. അപ്പോൾ ആ സമയം കൊണ്ട് നമ്മുടെ ഞണ്ടൊക്കെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ മസാല ഒന്ന് അരച്ചെടുക്കണം. അത് അധികം ചൂടാറിയിട്ടൊന്നുമില്ല, എന്നാലും ഞാൻ അരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് നല്ല പേസ്റ്റ് പോലെ നമുക്ക് അരച്ചെടുക്കാം. അപ്പോൾ അത് നല്ല പേസ്റ്റ് പോലെ നമുക്ക് അരഞ്ഞ് കിട്ടിയിട്ട് കാട്ടില്ലേ പുകയൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് നേരെ നമ്മുടെ ഈ ഞണ്ടിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് മുഴുവനായിട്ട് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് വെള്ളം നമുക്ക് ആ മിക്സിയുടെ ജാറിൽ തന്നെ കലക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഉപ്പ് ആവശ്യത്തിന് നമ്മൾ നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക. അത് ഓരോരുത്തരുടെ ഇഷ്ടമാണല്ലോ ഉപ്പ്. അങ്ങനെ നല്ലതുപോലെ ഇളക്കി അതൊന്ന് തിളച്ച് വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഇത് നല്ലോണം തിളച്ചൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് മല്ലിയില ഇല്ലായിരുന്നു, അപ്പോൾ ഉള്ളത് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്, കണ്ടില്ലേ, നല്ല മണമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്കൊന്നുകൂടി അടച്ച് വെച്ച് നമുക്കൊന്ന് റെഡിയാക്കിയെടുക്കാം. അപ്പോൾ അത് ആവുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് ഇതിലേക്ക് വറുത്തിടാൻ വേണ്ടി കുറച്ച് ചെറിയുള്ളിയും കറിവേപ്പിലയും ഒന്ന് വെളിച്ചെണ്ണയിലിട്ടിട്ട് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ അത് നല്ലതുപോലെ ബ്രൗൺ കളറാവുന്നത് വരെ നമുക്ക് അധികം ഓവറായി ഇതാക്കണ്ട. അപ്പോൾ കുറച്ച് ഏകദേശം അതിൻ്റെ ഒരു പരിവം അറിയാമല്ലോ. അപ്പോൾ അങ്ങനെ ഞാൻ കറിയൊക്കെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിന് മുകളിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ചെറിയുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ആരും ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഞാൻ വെറുതെ പറയുന്നതിൽ അടിപൊളി ടേസ്റ്റാണ്. നല്ല ചൂട് ചോറും ഞണ്ട് കറിയും കൂട്ടി കഴിക്കാൻ അടിപൊളിയാണ്, എല്ലാവർക്കും ഇഷ്ടമാകും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണുന്നത് വരെ ബായ്.